ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സദ്യ സ്പെഷ്യൽ സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഇത് പാലക്കാട് സ്റ്റൈൽ വറുത്തരച്ച സാമ്പാറാണ്. അപ്പോൾ ഇനി സമയം ഒട്ടും കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. സാമ്പാറിന് ആദ്യം വേണ്ടത് തുവരപ്പരിപ്പാണ്. 1 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്, അതായത് 100 ഗ്രാം തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പരിപ്പൊന്ന് വൃത്തിയായി കഴുകി നല്ലതുപോലെ വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് സാമ്പാറിന് എന്തൊക്കെയാണ് കഷ്ണങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ആദ്യം എടുത്തത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. അത് നീളത്തിൽ മുറിച്ചത്. പിന്നെ എടുത്തിട്ടുള്ളത് ചേനയാണ്. ചേനയും നീളത്തിൽ അരിഞ്ഞത് ഒരു 15 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കുമ്പളങ്ങയാണ്. നമ്മൾ ആദ്യം തുവരപ്പരിപ്പ് എടുത്തില്ലേ, ആ ഒരു കപ്പിൻ്റെ അളവിൽ 1 കപ്പ് കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് വാഴയ്ക്കയാണ്. ഒരു ചെറിയ വാഴയ്ക്ക മുഴുവനായി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വഴുതനങ്ങ. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ മുറിക്കുന്നത് നീളത്തിൽ കുറച്ച് കനത്തിൽ മുറിച്ചെടുക്കാം. കഷ്ണങ്ങൾ മുഴുവനായിട്ടില്ല. ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ ആദ്യം എടുത്ത് വെച്ച തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് നന്നായി വേവിച്ചെടുത്താണ്. അതും ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കഷ്ണങ്ങൾ വേകാനുള്ള വെള്ളവും കൂടി വേണം. അത് കുക്കർ കഴുകിയിട്ട് ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ അതിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇടണം, അല്ലെങ്കിൽ ഈ വഴുതനങ്ങിൻ്റെ കളറൊക്കെ മാറി കറുപ്പടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ വേഗം വെക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കണം. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് സാമ്പാറിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടുന്നത് വെണ്ടയ്ക്കയാണ്. 2 വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് വതക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സാമ്പാറിനുള്ള അരപ്പ് റെഡിയാക്കാം. നമ്മൾ 2 വെണ്ടയ്ക്കാണ് ഇടുന്നുള്ളെങ്കിലും സാമ്പാറിൽ വെണ്ടയ്ക്ക ഇടുമ്പോൾ നല്ലതുപോലെ ഒന്ന് വതക്കിയിട്ടിടണം, അല്ലെങ്കിൽ ഈ വെണ്ടയ്ക്ക അത്ര ടേസ്റ്റ് ഉണ്ടായില്ല. വെണ്ടയ്ക്ക വതക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് 2 കഷ്ണം കായമാണ് ഇടുന്നത്. കായ ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കായം പെട്ടെന്ന് കരിഞ്ഞു പോകും. കായത്തിൻ്റെ ഉള്ളൊന്നും ശരിക്കും അങ്ങോട്ട് വെന്ത് വരില്ല. അപ്പോൾ ചെറിയ തീയിൽ വേണം വേവിക്കാനായിട്ട്. കായം മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഇടുന്നത് 1 സ്പൂൺ ചെറിയ ജീരകം, 1/4 സ്പൂൺ ഉലുവ. ഇതിൻ്റെ രണ്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 അല്ലി വെളുത്തുള്ളി, 2 കുഞ്ഞുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഒരു സ്പൂണോളം കടലപ്പരിപ്പ് കൂടി ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് അതിടാത്തത്. ഇനി ഇതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കണം. ഇതിലിട്ട ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി ചെറുതായി ഒന്ന് ചൂട് തട്ടി ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി. അതുവരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ സാമ്പാറിന് ആവശ്യമുള്ള നാളികേരമാണ്. 1 മുറി നാളികേരമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നാളികേരം ഇപ്പോൾ കറക്റ്റ് അളവ് തന്നെ വേണമെന്നൊന്നുമില്ല. കുറച്ച് കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞത് കൊണ്ടൊന്നും കുഴപ്പമില്ല. നല്ലതുപോലെ ഇതൊന്ന് വതക്കിയെടുക്കണം. നാളികേരത്തിൻ്റെ കളറൊക്കെ മാറി വന്നു, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 സ്പൂണോളം മുളക് പൊടി. ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട, നമ്മൾ കഷ്ണങ്ങൾ വേകാൻ വയ്ക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇത് ചൂടാക്കി എടുക്കണം. നമ്മളിതിൽ ജീരകം, കായം എല്ലാം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഇനി സാമ്പാർ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നാളികേരവും വതക്കി നാളികേരത്തിൻ്റെ കൂടെ ഈ പൊടികളൊക്കെ ചൂടാക്കി ഇടുന്നത് കൊണ്ട് തന്നെ സാമ്പാറിന് നല്ല മണമായിരിക്കും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് സാമ്പാർ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അരപ്പ് റെഡിയായിട്ടാണ്. ഇനി ഇത് ആറിയിട്ട് അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് സാമ്പാർ കഷ്ണങ്ങൾ എന്തായെന്ന് കൂടി നോക്കാം. ഇതിലേക്കുള്ള കഷ്ണങ്ങൾ നമ്മൾ മുഴുവൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇട്ട കഷ്ണങ്ങൾ ഇപ്പോൾ പകുതി വേവായിട്ടുണ്ടാകും. അപ്പോൾ അത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കി കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം ഇട്ട കഷ്ണങ്ങൾ തിളച്ച് അര വേവ് ആകുമ്പോഴാണ് ബാക്കി ചേർക്കുന്നത്. ചെറിയ 2 മുരിങ്ങക്കായ് ചെറുതായി മുറിച്ചതാണ്. പിന്നെ ചേർക്കുന്നത് 2 ബീൻസ്, അതും നീളത്തിൽ മുറിച്ചതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നീളത്തിൽ മുറിച്ചത്. പിന്നെ കുറച്ച് മത്തൻ ഒരു 10 കഷ്ണം ഉണ്ടാകും, അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം വതക്കി വെച്ച വെണ്ടയ്ക്ക അതും ചേർക്കുന്നുണ്ട്.
ഉപ്പിട്ട കഷ്ണങ്ങളെല്ലാം പെട്ടെന്ന് വേകുന്നത് കൊണ്ട് ആദ്യം ഇട്ട കഷ്ണത്തിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തുടയും. അതുകൊണ്ടാണ് 2 തവണയായിട്ട് ചേർത്തത്. പിന്നെ ഇട്ടത് ഒരു ചെറിയ സവാളയും പിന്നെ ചെറിയ 2 തക്കാളിയും കൂടി ചേർത്ത് ഇനി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കിയിട്ട് ഇത് മൂടി വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. ഉപ്പിട്ട കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വെന്ത് വരും. മുരിങ്ങക്കായൊന്നും ഒരുപാട് വെന്തുടഞ്ഞു പോകാതെ നോക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടാകുന്ന ഇളക്കി നോക്കാം. ഇതിൽ ചേർത്ത പച്ചക്കറികളിൽ ചേനയാണ് കുറച്ച് സമയമെടുത്ത് വേകണത്. പക്ഷേ ഈ ചേന പെട്ടെന്ന് വേകണ ചേനയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങിലാണ് നോക്കുന്നത്. ഇതുണ്ട ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ മൊത്തത്തിൽ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കുക. നമ്മൾ നേരത്തെ വതക്കി അരച്ച് വെച്ച തേങ്ങ അത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ജാറ് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അരപ്പ് ചേർത്ത് കഴിഞ്ഞ ശേഷം അതൊക്കെ ഒന്ന് നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പുളി ചേർക്കണം. വാളം പുളിയാണ്. പുളി കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഈ പുളിപ്പ് അധികം കുറവായത് കൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതായി തോന്നുന്നത്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുക്കേണ്ടി വരും കേട്ടോ. ഇതിൽ നമ്മൾ 2 തക്കാളി ചേർത്തിട്ടുണ്ട്. എന്നാലും കറിക്കൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് വാളം പുളി കൂടി ചേർക്കണം. അരപ്പെല്ലാം തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് പുളി കൂടി ചേർത്തു. പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഇളക്കി നോക്കിയിട്ട് നമുക്ക് കറിയിൽ വെള്ളം പോരെങ്കിൽ കുറച്ച് ചേർക്കാം കേട്ടോ. ഇപ്പോൾ കറി നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇരിക്കണം കേട്ടോ. സാമ്പാർ വറുത്തരച്ച് വെച്ചത് കൊണ്ട് കുറച്ചൊന്ന് തണുക്കുന്ന സമയത്ത് കറി ഒന്ന് കുറുകി വരും. അപ്പോൾ കറി ഇറക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഇറക്കണം. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തതാണ്. പിന്നീട് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ കറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചേർത്തത്. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരം തിളക്കട്ടെ. നമുക്കിനി ഇതിലേക്ക് കടുക് വറുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്ത് വയ്ക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് കൂടി ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് കടുക് മുഴുവനായി പൊട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വറ്റൽമുളക് 2ആയി പൊട്ടിച്ചത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ചൂടായി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതെടുത്തിട്ട് സാമ്പാറിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ സാമ്പാർ ഞാൻ ഇറക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടില്ല, അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഒഴിക്കണ്ടേ. അപ്പോൾ ഇവിടെ സാമ്പാർ റെഡിയായി. സദ്യക്കുള്ള വറുത്തരച്ച സാമ്പാർ റെഡിയായി. ഈ ഓണത്തിനിത് ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.